إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. മഹത്തായ ഹിജ്റയിൽ നിന്ന് ഒന്ന് രണ്ട് പാഠങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു. ഹിജ്റ പോയ സഹാബികളൊക്കെ എല്ലാവരെ ചരിത്രം എടുത്താലും വലിയ സംഭവങ്ങളാണ് എന്ന് കാണാൻ കഴിയും. എന്നാലും പൊതുവെ പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യം അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ്, അതുപോലെ ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ജമീഅൻ. ഇങ്ങനെ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന കുറേ നാമങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരത്ര വലിയ മഹത്വമുള്ളവരായതുകൊണ്ടാണ്. എന്നാലും സഹാബികളുടെ ഈ തട്ടിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ അടിയിലെ തട്ടുകായിട്ടൊക്കെ അങ്ങനെ വിചാരിക്കുന്ന വല്ല സഹാബികളുണ്ട്. അവരൊക്കെ ചരിത്രം തന്നെ വലിയ അത്ഭുതമാണ്. അപ്പം അങ്ങനെ ഹിജ്റ പോയ ഒന്ന് രണ്ടാൾക്കാരെ പറ്റി. ഒന്ന് സുഹൈബ് റൂമി, റോമക്കാരനായ സുഹൈബ് എന്നാണ് പദത്തിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ അദ്ദേഹം റോമക്കാരനല്ല. ഹിജ്റ പോകുന്ന വ്യക്തികളിൽ അദ്ദേഹത്തിൻ്റെ പറ്റി പ്രത്യേക പരാമർശമുള്ളത് കൊണ്ട് പറയണം. നമ്മുടെ മോഡലുകളാണ് ഇവർ. സഹാബികളുടെ ജീവിതം മാതൃകയാക്കുക എന്നുള്ള നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചരിത്രം ഒക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് റൂമി എന്ന് പേര് വരാനുള്ള കാരണം, അദ്ദേഹത്തിന് കുറച്ചൊക്കെ ജീവിക്കാൻ വകയുള്ള ഒരാളായിരുന്നു. സാമ്പത്തികമായിട്ട് മോശപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം കുട്ടിയായിരുന്ന കാലത്ത് തന്നെ റോമക്കാർ റാഞ്ചി കൊണ്ടുപോയതാണ്. എന്നിട്ട് അവിടെ അടിമയാക്കിയതാണ്. അങ്ങനെ കുറേ കാലം അന്യനാട്ടിൽ വേറൊരു നാട്ടിൽ അടിമയായി അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു അറബി അദ്ദേഹത്തെ മക്കയിലുള്ള ഒരാൾ പണം കൊടുത്ത് വാങ്ങി വീണ്ടും മക്കയിൽ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പം അദ്ദേഹത്തെ പിന്നെ മറ്റൊരു മനുഷ്യൻ, മക്കയിലുണ്ടായിരുന്ന ആൾ പൈസ കൊടുത്ത് വാങ്ങി. പിന്നെ അവരുമായി അദ്ദേഹം മോചന പത്രമൊക്കെ എഴുതിയിട്ട് അങ്ങനെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ റസൂൽ തിരുമേനി നബിയായ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം അപ്പം മക്കയിലുണ്ട്. അങ്ങനെ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സുഹൈബ് റൂമി. അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അവ്വലുമൻ അദ്ഹറൽ ഇസ്ലാം സബ്അ, പരസ്യമായി ആദ്യം ഇസ്ലാം വ്യക്തമാക്കിയത് 7 ആൾക്കാരാണ്. അതിലൊന്ന് ബിലാലാണ്. ആദ്യം റസൂലുള്ള, അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ ബിലാൽ, ഖബ്ബാബ്, സുഹൈബ്, അമ്മാർ, പിന്നെ അവരുടെ ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹ. ഇവരൊക്കെയാണ് ആദ്യമായിട്ട് ഇസ്ലാമിൽ ആദ്യം വന്ന കൂട്ടരാണ്. അങ്ങനെ ഇദ്ദേഹം
ഹിജറ പോക്ക് നിർബന്ധമാക്കിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം, പോവുകയാണ്. തിരുമേനി പറഞ്ഞു മുസ്ലിങ്ങളോട് ഇവിടെ വെക്കാൻ പറ്റൂല, ഹിജറ പോകണം, മദീനയ്ക്ക് പോകണം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പുറപ്പെടുമ്പോൾ ശത്രുക്കൾ കണ്ടു, അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇവർ വളഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവരോട് പറയുന്നൊരു വാക്കുണ്ട്, അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് കൊണ്ട് ഇറങ്ങി. എന്നിട്ട് വൻതസല മാഫി ഹിനാനെത്തി, ആ അദ്ദേഹത്തിന്റെ ആവനാഴിയിലുള്ള അമ്പുകളൊക്കെ പുറത്തെടുത്ത് ഇവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. സുമ്മകാലം എന്നിട്ട് പറയാണ്, യാ മാഷറ ഖുറൈശികളെ, ലഖദ് അലിംതും നിങ്ങൾക്കറിയാം, ഇന്നീമിൻ അർമാക്കും റജുലൻ, ഞാൻ നന്നായി അമ്പ ചെയ്യാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ നേരെ വന്നാൽ വൈമുല്ല തെസിലൂന ഇലയ ഹത്ത അർമി ബി കുല്ലി സഹം, ഈ അമ്പ് തീരണ വരെ ഞാൻ നിങ്ങളെ നേരെ അമ്പ ചെയ്യും. അതെൻ്റെ ലക്ഷ്യം തെറ്റൂല. അത് കഴിഞ്ഞാലോ എൻ്റെ കയ്യിൽ വാള്, അത് കഴിയുന്ന കോലത്തിൽ ഞാൻ വെട്ടും. അവസാനം ഞാൻ ചിലപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തോട്ടെ, ഏതായാലും ഒന്നുകിൽ അങ്ങനെ ചെയ്യും. അതല്ല എൻ്റെ ധനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഇന്ന സ്ഥലത്തൊക്കെ മക്കയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്താ വേണ്ടത്. അപ്പം അവർ പറഞ്ഞു, അവർ പരിക്കേൽക്കാനൊന്നും തയ്യാറായില്ല. അവരൊന്നായിക്കോട്ടെ, ആ ധനം എവിടെയാ പറഞ്ഞു തന്നാൽ മതി, എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പിന്നെ അദ്ദേഹം ഹിജ്റ പോവാണ്. അപ്പോൾ തൻ്റെതെല്ലാം ഇവിടെ വിട്ടിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതിനൊക്കെ ഇവർക്ക് കഴിയുന്നത്? ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അതിൻ്റെ ഒരു കാരണം ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത തുടക്കത്തിൽ തന്നെയുള്ള ഹദീസ് ഉണ്ടല്ലോ, ഹിർക്കലിനെ പറ്റി പറയുന്ന ഹദീസ്. റോമാ കൊട്ടാരത്തിൽ വെച്ച് അബൂ സുഫിയാനോട് ഹിർക്കൽ ചക്രവർത്തി മക്കയിൽ വന്ന് നബിയെ പറ്റി ചോദിക്കുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. അതിലൊരു ചോദ്യം എന്താ പറയുക, ഹൽ യർത്തദ്ദു അഹദും മിൻഹും സഖ്തത്തൻ ലിദീനിഹി, ആ മുഹമ്മദ് നബിയെ പിൻപറ്റി ആരെങ്കിലും പിന്നെ ആ മതം ഇഷ്ടമല്ലാതെ മുർത്തദ്ദായി ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആരെങ്കിലും മതപരിത്യാഗം നടത്തുന്നുണ്ടോ, ആ മതം ഒഴിവാക്കി ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പണ്ഡിത്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അബൂ സുഫിയാൻ മറുപടി കൊടുത്തു, ആരും പോകണില്ല. കാരണം അവർക്കറിയാം എന്തെല്ലാം അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ്, എന്തെല്ലാം മർദ്ദനങ്ങൾ ബിലാലിനെ അമ്മാറിനൊക്കെ ചെയ്തു, ഒറ്റൊന്നും മതത്തുനിന്ന് പുറത്തു പോകണില്ല. അപ്പൊ ഹിർക്കൽ ചക്രവർത്തി അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്, വക്കദാലിക്കൽ ഈമാൻ, അതാണ് ഈമാൻ. ഇതാ ഖാലത്തത് ബശാശത്തുൽ ഖുലൂബ്, അതിന്റെ മാധുര്യം ഹൃദയങ്ങളിൽ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെയുള്ള പ്രതിസന്ധികളോ മറ്റുള്ളവരുടെ പീഡനങ്ങളോ മർദ്ദനങ്ങളോ ഒരു വിഷയമില്ല. അവർക്ക് പിന്നെ 1, 2, 3 അള്ളാന്റെ ദീനായിരിക്കും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഹിജ്റ പോകുന്നത്. ഏതായാലും ഈ വിഷയം നബി തിരുമേനി കേട്ടു, ഇങ്ങനെ സുഹൈബിനെ അവർ വളഞ്ഞതും എന്നിട്ട് തൻ്റെ ധനം അവർക്ക് വിട്ടുകൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് അല്ല അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് ഹിജ്റ പോയ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറയാം, റബിഹ സുഹൈബ് 3 വട്ടം. സുഹൈബ് ലാഭകരമായ കച്ചവടത്തിലാണ് ഏർപ്പെട്ടത്. ഭൗതികമായി നമുക്കിത് നഷ്ടക്കച്ചവടം തോന്നുക, പക്ഷെ റസൂല് പറയാം ലാഭകരമായ കാര്യമാണ് സുഹൈബ് ചെയ്തത്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലൊരു വചനം ഇറങ്ങി, ഞാനിവിടെ തുടക്കത്തിൽ ഓതിയ വചനം. എന്താണത്? വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, എല്ലാവരും ഇല്ല, ചിലര്. എന്താണ് അവര്? മൻ യശ്രീ നഫ്സഹു, തന്നെ തന്നെ വിൽക്കും അവര്, ഇബ്തിഗാ മർളാത്തിൽ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തന്നെ എല്ലാം ത്യജിക്കും റബ്ബിന് വേണ്ടിയിട്ട്. കാരണം അവരുടെ ലക്ഷ്യം റബ്ബിന്റെ തൃപ്തി നേടൽ മാത്രമാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, അവർക്കൊക്കെ വേണ്ടത് അള്ളാഹു കൊടുക്കും. അങ്ങനെ ഇവരൊക്കെ ചരിത്രത്തിൽ വലിയ വലിയ ആൾക്കാരായി. ഇവരെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു 6 ആൾക്കാരെ നിശ്ചയിച്ച് ഖലീഫ വരുന്നവരെ ഇമാം സുഹൈബ് റൂമി ആയിരിക്കും എന്ന് പറഞ്ഞു. സുഹൈബ് റൂമിയെ അങ്ങനെ എല്ലാവർക്കും വളരെ ഇഷ്ടവുമായിരുന്നു. അദ്ദേഹത്തെ അല്ലാതെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വചനം ഖിയാമത്ത് നാൾ വരെ നമ്മൾ പാരായണം ചെയ്യാമല്ലോ. മറ്റു 2 സഹാബിയോടും ചുരുക്കിയെന്ന് പറയട്ടെ. ഒന്ന് അബൂ സലമ, മറ്റൊന്ന് ഉമ്മു സലമ. അവരുടെ ഹിജ്റയെ പറ്റി ഉമ്മു സലമ എന്ന് പറഞ്ഞാൽ ഉമ്മു സലമ ഭാര്യ, അബൂ സലമ ഭർത്താവ്. അപ്പം ഭാര്യ നമുക്കതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകണം. ഭർത്താവ് എനിക്കൊരു ഒട്ടകം കൊണ്ടുവന്നു, ഒട്ടത്തിന്റെ മേലെ എന്നെ ഇരുത്തി, എൻ്റെ കുട്ടീനെ ഇരുത്തി, എന്നിട്ട് എൻ്റെ കടിഞ്ഞാൻ പിടിച്ച് ഇങ്ങനെ പോയിരുങ്ങുമ്പോൾ എന്ത് ചെയ്തു? എൻ്റെ കുടുംബക്കാരോട് വളഞ്ഞു. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു,
ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, നിന്റെ ഭാര്യ, അവിടെ എങ്ങോട്ടും അങ്ങനെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്താനൊന്നും പറ്റൂല, നിനക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി. ആ കടിഞ്ഞാണൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് പെണ്ണിനെ അവരെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഭർത്താവിന്റെ കുടുംബക്കാർ വന്ന് അവർക്കൊരു വാശി വന്നു. അങ്ങനെയാണെങ്കിൽ ഈ മകൻ, അത് ഞങ്ങളുടെ കുട്ടിയാണ് മകൻ, എങ്കിൽ കുട്ടിയെ ഞങ്ങളും കൊണ്ടുപോകണം. അപ്പൊ കുട്ടിക്ക് വേണ്ടി അവർ പിടിയും വലിയും കൂടി കുട്ടിയുടെ കൈ സന്ധിയിൽ നിന്ന് തെറ്റിച്ചു എന്ന് പറയണം. ഇപ്പൊ എന്തായി, 3 ആള് 3 ഭാഗത്തായി. ഇതൊക്കെ നമ്മുടെ പൂർവികരുടെ ചരിത്രമാണ്. എന്തായി, ഭാര്യന്റെ കുടുംബക്കാർ കൊണ്ടായി. ഭർത്താവ് എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടായില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ തന്റെ മകൻ. പക്ഷെ ഇനി ഹിജറക്ക് അള്ള പറയുന്നു, ഏതിന് താല്പര്യം കൊടുക്കണം, അദ്ദേഹം ഹിജറ പോകുന്നു, മറ്റേതിനൊക്കെ അള്ളൊരു വഴിയുണ്ടാക്കും എന്നവർക്കറിയും. അങ്ങനെ മകൻ വേറെ ഒരു ഭാഗത്ത്, പരസ്പരം കാണുന്നില്ല. ഈ സമയത്ത് ഭാര്യ നമ്മോട് പറഞ്ഞുതരാം പിന്നുള്ള സംഭവം. ഞാൻ നിത്യവും അബുത്തഹ എന്ന സ്ഥലത്തേക്ക് ഇറങ്ങും, എന്നിട്ട് വൈകുന്നേരം വരെ കരയും. ഞാൻ വൈകുന്നേരമായ വീട്ടിലേക്ക് പോകും. അത് എത്ര കാലം, 1 വർഷത്തോളം. അപ്പോൾ ഒരാൾക്ക് എന്നെ കണ്ടപ്പോൾ സഹതാപം തോന്നി. അയാൾ പറഞ്ഞു, ഈ പിടിച്ചു വെച്ച ആൾക്കാരോട്, ശത്രുക്കളോടൊക്കെ പറയും, എന്തിനാണ് ആ സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതിന്റെ ഭർത്താവിൽ നിന്ന് നിങ്ങൾ വേർപ്പെടുത്തി, കുട്ടിയെ നിങ്ങൾ വേർപ്പെടുത്തി, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണ് കുട്ടിയെ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് പറഞ്ഞു, ഇനി എന്തോ ചെയ്തോ പോവുക, എവിടെ നിൽക്കുക, എന്തോ ചെയ്തോ. എന്നിട്ട് അവർ ഒറ്റക്ക് പോവുകയാണ്. ഒറ്റക്ക് ഹിജറ, എങ്ങോട്ട്? മദീനയിലേക്ക് ഹിജറ. ഒട്ടകപ്പുറത്ത് കയറി കുട്ടിയും കയറ്റിയിട്ട് പോവുകയാണ്. തന്നീം എന്ന സ്ഥലത്തെത്തി. എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ, ആയിഷ പള്ളി എന്നൊക്കെ ഒന്ന് പറയണേ, അവിടെ എത്തി. അപ്പൊ ഒരാൾ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ കണ്ടു. നിങ്ങൾ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ അവര് പറയാ, ഞാൻ മദീനയിൽ പോവാണ്, അവിടെ എൻ്റെ ഭർത്താവുമുണ്ട്, അങ്ങോട്ട് പോവാണെന്ന്. അപ്പൊ ഇദ്ദേഹം പറയാണ്, നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടുന്നത് ശരിയല്ല. കാരണം ഒറ്റയ്ക്ക് പോയ ഒന്നുകിൽ സാമൂഹ്യ ദ്രോഹികൾ, അതിനേക്കാൾ വലിയ പ്രശ്നം ഒക്കെ ഉണ്ടാവും. അങ്ങനെ ചില വഴി അറിയില്ല, പരന്ന് കിടക്കുകയാണ് മരുഭൂമി. എവിടെയാണ് മദീന എന്നറിയാം, വഴി തെറ്റി നേരെ എതിർഭാഗത്തേക്കൊക്കെ പോകാൻ വഴിയുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരുപാട് ദൂരം, 450ഓളം കിലോമീറ്റർ ഉണ്ട് മക്കയും മദീനയും തമ്മിലുള്ള അകലം. അതൊക്കെ ഒറ്റക്കൊരു സ്ത്രീ പോകുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനുഷ്യത്വം ഉണരുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് വന്നോളൂ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോകാം. അതിനെപ്പറ്റി ഉമ്മു സലമ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, കുറേ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ക്ഷീണമോ മറ്റോ ഒക്കെ ഉണ്ടാവും തോന്നുകയാണെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും തണലിനടുത്ത് ഇറക്കും. ഇറക്കുക എന്ന് പറഞ്ഞാൽ വാഹനം നിർത്തുന്നുണ്ട്, മാറി നിൽക്കും. ഞാൻ ഇറങ്ങിയതിനു ശേഷം പിന്നെ അദ്ദേഹം വന്നിട്ട് ഒട്ടകത്തെ ഏതെങ്കിലും മരത്തിൻ്റെ അടുത്ത് കെട്ടും. എന്നിട്ട് കുറച്ച് അകലുള്ള വല്ല മരമുണ്ട്, അവിടെ അദ്ദേഹം വിശ്രമിക്കും. വീണ്ടും പോകാനുള്ള സമയമാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഒട്ടകത്തിൻ്റെ അടുത്ത് കൊണ്ടു നിർത്തും. ഞാൻ കയറുന്നതും കൂടി നോക്കിക്കാതെ മാറി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കയറിയത് കഴിഞ്ഞാൽ അദ്ദേഹം ഒട്ടകം പിടിച്ച് ഇങ്ങനെ പോകും മദീനയിൽ എത്തുന്നത് വരെ. അവിടെ എത്തിയപ്പോൾ അവിടെ നിങ്ങളെ ഭർത്താവ് ഉണ്ടാവും, ഇനി പോയിക്കോളൂ എന്നിട്ട് അദ്ദേഹം ഒറ്റ തിരിച്ചു പോക്കും. ഇതെന്തൊരു മനുഷ്യത്വം! 1-2 കിലോമീറ്ററാണ് നമുക്ക് പറയാം. 450ഓളം കിലോമീറ്റർ ഒരു മനുഷ്യൻ നടന്നാ പോണേ, മറ്റവരാണ് വാഹനപ്പുറത്ത് നടന്നിങ്ങനെ പോവുക. അത് നേരെ തിരിച്ചു ഇങ്ങോട്ട് നടക്കുക. ഇങ്ങനെയൊക്കെയുള്ള സേവനം ചെയ്തവരൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? അദ്ദേഹം അന്ന് മുസ്ലിമല്ല, പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തു. അദ്ദേഹം മക്ക വിജയത്തിന് മുമ്പ് അദ്ദേഹവും ഖാലിദ് ബിൻ വലീദൊക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് മുസ്ലിം ആയിട്ടുണ്ട്, ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടുക മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഇപ്പോഴും നമുക്ക് അദ്ദേഹത്തെ ഓർക്കാവുന്ന ചില വിഷയങ്ങളുണ്ട്. അന്ന് മുസ്ലിം അല്ലാത്ത മനുഷ്യനായിരുന്നു, പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞല്ലോ. ഇനി അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയം ഉണ്ടായപ്പോൾ മക്കയിൽ വന്നു പലതോടെ സംഭവങ്ങളുണ്ടല്ലോ, അത്ഭുതങ്ങൾ. ആ കൂട്ടത്തിൽ കഅബയൊക്കെ തവാഫ് ചെയ്തു. എന്നിട്ട് കഅബയൊന്ന് തുറക്കണം, കഅബന്റെ ചുറ്റും കഅബന്റെ വാതിൽ അടച്ച് കിടക്കുകയാണ്. അപ്പൊ അന്ന് പണ്ട് മുതലേ ജാഹിലിയ കാലത്തും കഅബന്റെ താക്കോൽ ഒരു പ്രത്യേക കൂട്ടരാണ്. എന്ന് പറഞ്ഞാൽ ഇതേ ഉസ്മാൻ ബിൻ അബീ ത്വൽഹന്റെ കുടുംബമാണ് കഅബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഉസ്മാൻ ബിൻ അബീ ത്വൽഹനെ നബി വിളിച്ചു, ആ താക്കോലൊന്ന് വേണമെന്നു. കഅബ തുറന്നു, അതിലുള്ളതൊക്കെ വൃത്തിയാക്കേണ്ടതൊക്കെ നബി വൃത്തിയാക്കി. എന്നിട്ട് പുറത്ത് കടന്നു. നബിയോടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ നേരം അലി ബിൻ അബീ ത്വാലിബ് വന്നിട്ട് പറയും, നബിയെ ആ താക്കോല് നമുക്ക് തരുമോ, ബനു ഹാഷിമിന്? അപ്പൊ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്വവും പിന്നെ കഅബയുടെ കാവൽക്കാർ എന്ന നിലയിൽ അതിന്റെ താക്കോൽ നമുക്ക് കിട്ടുക വല്ലാത്തൊരു സ്ഥാനമാണ്.
അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ പുത്രനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും എന്ത് ചെയ്തിരുന്നു ചോദിച്ചത്. പിതൃവ്യൻ അദ്ദേഹം ചോദിച്ചു, ആ താക്കോൽ നമുക്ക് വലിയൊരു കാര്യമാണ്, കഅബന്റെ താക്കോൽ, അത് സൂക്ഷിപ്പുകാരെന്ന് പറയണേ. അപ്പൊ നബി ഒന്നും മിണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി അയിന ഉസ്മാൻ ബിൻ അബീ ത്വൽഹ, എവിടെ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ. അപ്പൊ ആദ്യം ഉസ്മാൻ ബിൻ അബീ ത്വൽഹ ഈ താക്കോൽ ചോദിക്കാൻ വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മ കൊടുത്തില്ല. കാരണം നബി വേറെയൊക്കെ കൊടുക്കുമെന്ന് പേടിച്ചിട്ട്. നബിക്കാട് ഒന്നും ചെയ്യാൻ തീരുമാനാധികാരം നബിക്കാണ്. അപ്പൊ ഉസ്മാൻ പറഞ്ഞു, ഉമ്മ അത് തന്നിട്ടില്ലെങ്കിൽ ഈ വാൾ എന്റെ വയറ്റത്തൂടെ പോകും, ഇത് കൊടുത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ ഉമ്മ കൊടുത്തു. പിന്നെയാണ് നബി തിരുമേനി അലി ബിൻ അബീ ത്വാലിബും പിന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും ഒക്കെ ഈ താക്കോലിന് കാത്തിങ്ങനെ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് നബി ചോദിക്കുകയാണ്, എവിടെ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വന്നു, എന്നാ പിടിച്ചോ താക്കോൽ, ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ കൈ തന്നെയായിരിക്കും. ഇതാണ് ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന വചനമൊക്കെ ഈ സന്ദർഭത്തിൽ ഇറങ്ങിയെന്നാ പറയുന്നത്. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അമാനത്തുകൾ നിങ്ങൾ വേണ്ട വിധം നിർവഹിക്കണം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നബി തിരുമേനി ഹിജ്റ പോകുമ്പോൾ അമാനത്ത് സ്വത്തുകൾ നബി ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞു, ഇന്ന ആൾക്കാർ കൊടുത്തിട്ട് നിങ്ങൾ വന്നാൽ മതി. അപ്പോഴും നബിയുടെ ആ ഒരു ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഇതാ, ഇനി ഇതൊരു കുട്ടി നിങ്ങൾ ഇന്നും ഇതാ, ഇപ്പോഴും നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമല്ലോ, ഉസ്മാൻ ബിൻ അബീ ത്വൽഹയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് ആ താക്കോലിന്റെ സൂക്ഷിപ്പുകാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ റബ്ബിന്റെ ദീനിനനുസരിച്ച് ജീവിക്കുന്നവര്, അതുപോലെ മനുഷ്യത്വം നഷ്ടപ്പെടുത്താതെ അത് നല്ല നില കൊണ്ടുവന്ന അവർക്ക് നേർവഴിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത, അതല്ല ഇപ്പൊ ഇവിടെ കാണുന്ന നമ്മള്. അവരല്ലാഹു സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏത് കൂട്ടത്തിൽ നിന്നാണ് നല്ല മനുഷ്യന്മാർക്ക്, അവര് നല്ലവരാണെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. അതിന് പുറമെ സത്യവിശ്വാസികളായതിനു ശേഷം അവരുടെ ഈ സേവനങ്ങൾക്കൊക്കെ ഖിയാമത്ത് നാൾ വരെ ഓർക്കാവുന്ന ചില കാര്യങ്ങൾ റബ്ബ് ഉണ്ടാക്കി വെക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഏതായാലും ശരി, അതിൽപ്പെട്ട ഒരു കാര്യമാണ് മാത്രം ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി ഉമ്മു സലമ ഉണ്ടല്ലോ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരെ നമ്മൾ ഹാജറ ബീവിനെ ഓർമ്മിക്കും. അവരെ ഒറ്റപ്പെട്ട് യാത്ര ചെയ്യാൻ അലല്ലാ എന്ന് പറഞ്ഞു പോവാണ്. അപ്പോഴാണ് ഉസ്മാൻ ബിൻ അബീ ത്വൽഹ സഹായിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ അലല്ലാ എന്നാണ്, ഒറ്റക്ക് പോകാനാണ് അവരുടെ തീരുമാനം. അങ്ങനെ അവരുടെ ഭർത്താവ് എൻ്റെ കൂടെ എത്തി. പക്ഷേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹുദ് യുദ്ധത്തിൽ എന്തോ പരിക്ക് പറ്റിയിട്ട് അതിന്റെ ഭാഗമായി അദ്ദേഹം മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഉമ്മു സലമ കേട്ടിട്ടുണ്ട് മുമ്പേ. അവരതിനെപ്പറ്റി പറയാൻ, നമുക്കൊരു മുസീബത്ത് വന്നാൽ എന്ത് ചെയ്യണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. എന്താ റസൂൽ പഠിപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അവർ മുസീബത്ത് വന്നാൽ എന്ത് ചെയ്യണം? നബി തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മു സലമ തന്നെ പറയുന്നത്. എന്താ പറഞ്ഞത്? നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. എന്നിട്ടോ അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി, അല്ലാഹു ഈ മുസീബത്ത് എനിക്ക് വന്നു, ഞാൻ സഹിക്കുന്നു, അതിനെനിക്ക് പ്രതിഫലം നൽകണം. വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇനി അതിനേക്കാൾ നല്ലതൊന്ന് തരണം, ഞാൻ സഹിക്കുന്നു, നല്ലത് വേണം. എന്നിട്ട് അവര് പറയാ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഇതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ് ഹദീസിന്റെ ബാക്കി. ഏത് മുസീബത്ത് വന്നാലും അത് റബ്ബിന്റെ അടുത്തൊന്നുമില്ല അല്ലേ, അത് തന്ന് അത് തിരിച്ചെടുത്തു. ഇനിയൊരു ദുരന്തം, അതിനെനിക്ക് പഠിച്ചവൻ അതിനേക്കാൾ ഇനി ഖൈറ് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ നല്ലത് കൊടുക്കും എന്നാണ്. അപ്പൊ ഈ പ്രാർത്ഥന ഇവരിങ്ങനെ കേട്ടു. അപ്പോഴാ ഭർത്താവ് മരിച്ചും ചെയ്തു. ഇതിപ്പോ എങ്ങനെയാ പറയാ? അവര് പറയാണ് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവോ അങ്ങനെ ഉണ്ടാവോ? അപ്പൊ എനിക്ക് വന്ന മുസീബത്തിന്റെ ഭർത്താവ് മരിച്ചതാണ്, ഞാനെങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലും? കാരണം അവ്വലു മൻ ഹാജറ ഇലാ റസൂലില്ലാ, അള്ളാഹുവിലേക്ക് ആദ്യം ഹിജറ പോയ വ്യക്തിയാണ് അബൂ സലമ. പിന്നെ ഞാനും അവരും തമ്മിലുള്ള ജീവിതം ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവരും ചിന്തിക്കുകയാണ്, എനിക്ക് വന്ന ഈ മുസീബത്ത് വരുമ്പോൾ ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിക്കും, ഈ ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണേ എന്ന് പറഞ്ഞു, ഇതിനേക്കാൾ നല്ലൊരു ഭർത്താവിന് തരണമെന്നെങ്കിലും ആശയം വരൂലേ, ഞാനതെങ്ങനെ പ്രാർത്ഥിക്കാം? പക്ഷെ നബിയാ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ പറയാം ഫഅഖ്ലഫനി അല്ലാഹു ഖൈറൻ മിൻഹു, അതിനേക്കാൾ നല്ല ഒരാളെ അത് എനിക്ക് തന്നത് ആരാ? അന്ത്യദൂതൻ മുഹമ്മദ് നബിയെ എനിക്ക് തന്നു. അപ്പോ പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ എന്ന നിലക്കാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അറിയപ്പെടുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പൂർവികരുടെ ആൾക്കാർ, അവരെ ഏത് സഹാബിനെടുത്താലും, ഈ സഹാബികളൊക്കെ ചരിത്രം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാ സഹാബിയുടെയും ചരിത്രം. ഇവരാണ് നമ്മുടെ മോഡലുകളെ. നമ്മൾ ചെറുപ്പക്കാരും എല്ലാവരും വായിച്ചു പഠിക്കേണ്ടത്. കാരണം
അവരെ വഴിയിലൂടെ സഞ്ചരിക്കണം, അവരെങ്ങനെ ജീവിച്ചു, അവരെങ്ങനെയാ ദീന് ജീവിതത്തിൽ ആചരിച്ചത് എന്നൊക്കെ നോക്കണം നമ്മോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. ഉമ്മു സലമയെ പറ്റി വേറെയും കുറേ കാര്യങ്ങൾ, എല്ലാവർക്കും ഓർക്കാവുന്ന ചില കാര്യങ്ങൾ, അതിലൊരു കാര്യം കൂടിയും പറയാം. ഹുദൈബിയ സന്ധിൻ്റെ സമയത്ത് അതിൽ കുറേ കരാറുകളുണ്ടല്ലോ. ആ കരാറുകളൊന്നും മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പലതും. അതിലൊന്ന് കൊല്ലം ഉംറ ചെയ്യാൻ പാടില്ല, മടങ്ങിപ്പോണമെന്നാണ് പറഞ്ഞു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് എന്താ കരാറുള്ള കുറേശികൾ പറഞ്ഞു, ഇക്കൊല്ലങ്ങൾ ഉംറ ചെയ്യാൻ പറ്റില്ല, വേണി അടുത്ത കൊല്ലം വന്നോളി. നബി അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേറെ കുറേ കാര്യം ഉൾക്കൊള്ളാൻ പറ്റൂല പെട്ടെന്ന് നോക്കിയാൽ. അതിലൊന്ന് അള്ളാഹുവിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീം എഴുതാൻ പറ്റൂല. അപ്പോൾ നബി അത് വായിക്കാൻ പറയണം, എന്നാ വേണ്ട, ബിസ്മിക്കല്ലാ മതി. പിന്നെ മുഹമ്മദ് റസൂലില്ല, മുഹമ്മദ് റസൂലയും ഖുറൈശികളും തമ്മിലുള്ള കരാർ എന്ന് പറഞ്ഞ പോലെ റസൂല പറയാൻ പറ്റൂല, മുഹമ്മദ് ബിൻ അബ്ദുല്ല പറഞ്ഞാൽ മതി. അപ്പോൾ നബി അത് എഴുതണ അലിബിന് അതാണ് വായിച്ചിടാന്നാണ്. കാരണം ഈ കരാർ ഇവിടെ നടക്കണം. ഇവിടെ നമ്മൾ വേറെ ആവേശം കാട്ടിയിട്ട് കാര്യമല്ല. ഈ കരാർ നടന്നാൽ ഇതിനപ്പുറത്ത് ഒരുപാട് ഗുണം കിട്ടാണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം മുസ്ലിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത. അവർ നബിയോട് പലരും ഉറത്താവ് ദേഷ്യപ്പെട്ട് പറയുകയും കൂടി ചെയ്തിട്ടുണ്ട്, ഇതെന്ത് തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും മടങ്ങിപ്പോകാനാണ് നബി എഴുതി ഒപ്പിട്ടത്, ഇക്കൊല്ലം മടങ്ങിപ്പോണം. അതുകൊണ്ട് എല്ലാവരും കൊണ്ടുവന്ന ഒരു അറവ് സാധനങ്ങളൊക്കെ അറുക്കണം, എന്നിട്ട് തലമുണ്ടനം ചെയ്യണം എന്ന് പറഞ്ഞു. നബി ഇത് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. നബി 3 വട്ടം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നബിക്ക് ഭയങ്കര അസ്വസ്ഥത. ആരാണ് ഈ സാഹിബികൾ? നബി എന്ത് പറഞ്ഞാലും കേൾക്കുന്നവരാണ്. കടൽ ചാടണം എന്ന് പറഞ്ഞാൽ കേൾക്കും. അവരെന്തും കേൾക്കുന്ന സഹാബികൾ. എന്തൊരു പ്രതിഷേധം അവരുടെ മനസ്സിൽ. അപ്പോൾ കുറച്ചേറെയുള്ളൊരു പിണക്കം, ഇതെന്തിനാ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ നബി ആകെ അസ്വസ്ഥനായി. അപ്പോൾ നബി തൻ്റെ ഭാര്യൻ്റെ അടുത്ത്, അന്ന് നബിൻ്റെ കൂടെ യാത്ര ഉമ്മു സലമ, ഈ പറഞ്ഞ ഉമ്മു സലമ. നബി അസ്വസ്ഥതയോട് പറയും, എന്താ ചെയ്യുക, ജനങ്ങൾ കേൾക്കണില്ലല്ലോ. അപ്പോൾ ഉമ്മു സലമ വലിയ ബുദ്ധിയിലൊക്കെ അറിയപ്പെട്ടതും എല്ലാവരും പറയുന്നുണ്ട്. ഉമ്മു സലമ പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, ജനങ്ങൾ ചെയ്യല്ല വേണ്ട, അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നബിക്ക് പറഞ്ഞു കൊടുക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ആരോടും മുണ്ടണ്ട, ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, നിങ്ങൾ കൊണ്ടുവന്ന് ഉരുവിനിറക്കുക, എന്നിട്ട് തലമുണ്ടനം ചെയ്യുന്ന ആളോട് വിളിച്ചിട്ട് തലമുണ്ടനം ചെയ്യുക, അതാണ് ചെയ്താൽ മതി. അപ്പോൾ താനെ മറ്റുള്ള വന്നോളുന്നാണ് പറഞ്ഞ മാതിരി നബി ഇതാണ് ചെയ്തു. നബി അങ്ങനെ തന്നെയാണ് അനുസരിച്ചു. അപ്പം പിന്നെ ഇവരൊക്കെ അവർ കൊണ്ടുവന്നത് അറവും പിന്നെ തലമുണ്ടനം ചെയ്യലൊക്കെ അങ്ങോട്ട് നടത്തി. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഓർക്കാവുന്ന പിൽക്കാലത്ത് ചില സംഭവങ്ങളാണ്. അപ്പം നബി തിരുമേനിക്ക് അവരെ റസൂലിനെ ഭർത്താവായി കിട്ടിയ വലിയ നിയമത്ത് അവർ എടുത്തു പറഞ്ഞു മറ്റൊക്കെ. അപ്പം ഏതായാലും ശരി, ഇവരുടെ ജീവിതത്തിൽ ഹിജ്റയിലെ ഈ ജീവിതം എന്തുകൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, ഹലാവത്തുൽ ഈമാൻ കിട്ടിയത് കൊണ്ടാണ് ഈ പ്രതിസന്ധിയൊക്കെ അവർ സഹിക്കുന്നതിന് പുറമെ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ. അപ്പം ഇതൊക്കെ നമുക്ക് വേണമല്ലോ, നമുക്കും വേണം ഈ ഹലാവത്തുൽ ഈമാൻ. എന്താ വഴി? ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം കിട്ടുക. എന്നാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് അള്ളാന്റെ ദീൻ തന്നെയായിരിക്കും, വേറൊന്നും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ നമുക്കതുകൊണ്ട് കിട്ടുന്ന ഈ ലോകത്തിലെ ഗുണവും പിന്നെ പരലോകത്ത് പ്രത്യേകം പറയുമ്പോൾ ഉണ്ടല്ലോ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട 3 കാര്യമൊക്കെ പറഞ്ഞറിയാം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യമുണ്ടെങ്കിൽ അവർ അതുവഴി ഈമാന്റെ മാധുര്യം അനുഭവിച്ചു. ഇത് നമ്മളെങ്ങനെയാന്ന് നോക്കിയാൽ മതി. ഇതൊന്ന് അൻയകൂനല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അവൻ ഈ ലോകത്ത് എന്തൊക്കെ അവൻ ഇഷ്ടപ്പെട്ടതുണ്ടോ അതിനേക്കാളേറെ അവനിഷ്ടം അള്ളാഹു ആവണം, അവന്റെ ദൂതനാവണം. ഇത് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ പറ്റി. അള്ളാഹിന്റെ നിയമങ്ങൾ, റസൂലിന്റെ നിയമങ്ങൾ വരുമ്പോൾ നമ്മുടെ താല്പര്യമാണോ നമുക്ക് വലുത്, അള്ളാഹിന്റെ താല്പര്യമാണോ? നമ്മുടെ ഹവൻ നഫ്സാണ്, അല്ലെങ്കിൽ പിശാച് നമ്മളെ ദുർബോധം നടത്തുന്ന അതിന്റെ പിന്നാലെയാണോ നമ്മൾ പോകാറുള്ളത്? അതല്ല അള്ളാഹിന്റെ റസൂലിന്റെ തീരുമാനമാണോ നമ്മൾ എടുക്കുന്നത്? ഒന്നാലോചിച്ചാൽ മതി. 2 അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുക അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്.
അത് ഭൗതിക നേട്ടത്തിനല്ല, അല്ലെങ്കിൽ അവന്റെ തറവാട് നോക്കിയിട്ടല്ല, അവന്റെ ഭംഗി നോക്കിയിട്ടല്ല, അവന്റെ സ്വാധീനം നോക്കിയിട്ടല്ല. ഒരാൾ ദീനിയാണോ, അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികളെ ഇഷ്ടപ്പെടൽ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുക, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ വിഷയത്തിൽ വെറുക്കലും അള്ളാഹിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെടലും വലിയൊരു വിഷയമല്ലേ. ഒന്നും വിശദീകരിക്കുന്നതല്ല, അടുത്തും കൂടി വാൻ യഖ്റാൻ യഊദ ഫിൽ കുഫർ കമാ യഖ്റഉ അൻ യുഖ്ദഫ ഫിന്നാർ. ഈ ദീനിലേക്ക് വന്നതിന് ശേഷം പിന്നെ കുഫറിലേക്ക് തിരിച്ചു പോവുക എന്നത് ഒരു നരകത്തിലേക്ക് എറിയപ്പെടുന്നത് ഏതുപോലെ ഒരാൾ വെറുക്കുന്നുവോ അതുപോലെ അവൻ വെറുത്തിരിക്കുന്ന. ഇപ്പൊ നമ്മുടെ പരിസരത്ത് വലിയൊരു അഗ്നികുണ്ഡുണ്ട് നോക്കുക, അതിലേക്ക് ചാടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അതുപോലെ ദീന് കിട്ടിയതിന് ശേഷം ദീനിന്ന് പുറത്തു പോകുന്ന അത്ര വെറുപ്പായിരിക്കും ഇവരാണ് ഹലാവത്തുൽ ഈമാൻ ആസ്വദിച്ചവർ. അവരെ കൊണ്ട് ലോകം അത്ഭുതമുണ്ടാകും. അതാണ് സഹാബികളുടെ ജീവിതം. അപ്പം ആ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ ശ്രദ്ധിക്കുക, വരുത്തുക. അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുക, അതിന് മുൻഗണന കൊടുക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ, റസൂൽ പഠിപ്പിച്ചതിന്റെ മുമ്പിൽ നമ്മുടെ തന്നിഷ്ടമോ അതല്ലെങ്കിൽ വേറെ പലരുടെ താല്പര്യങ്ങളോ ഒന്നിനും സ്ഥാനമില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമർത്ഥിക്കണം, തെളിയിക്കണം. അതൊക്കെയാണ് ഈ ഹിജറകളും മുഹാജിറുകളും ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പ്രഗത്ഭരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ സഞ്ചരിക്കാൻ, അവരുടെ കൂടെ അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد.